ആ ഭരണം വേണ്ട, ആ ഭരണം വേണ്ട. നേരത്തെ ആഭരണ വിഷയവുമായി ബന്ധപ്പെട്ട് 4 വീഡിയോകൾ ഇറക്കാനിടയായി. അത് അനേകർ കാണുകയും വിവിധ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരികയും ചെയ്തു. അതിനുശേഷം പലരും ആ വിഷയം സംബന്ധിച്ച അനേക വീഡിയോകൾ ഇറക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു. പൊതുവായിട്ട് ആ ഭരണം വേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സഹൃദയ സമക്ഷത്തേക്ക് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:22 വാക്യത്തിൽ ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദൈവം അവരോട് കൽപ്പിക്കുന്ന കൽപ്പന നാം കാണുന്നുണ്ട്. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ മിസ്രയീമ്യരോട് അവരുടെ ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അണിയിക്കണം എന്ന്. അപ്പം ദൈവം അവരോട് വ്യക്തമായിട്ട് കൽപ്പിക്കുകയാണ്, മിസ്രയീമ്യര്, ജാതികളായ മിസ്രയീമ്യരുടെ ആഭരണങ്ങൾ നിങ്ങൾ വാങ്ങണം, അത് നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അണിയിച്ചുകൊണ്ട് നിങ്ങൾ മരുഭൂയാത്ര ചെയ്യണം എന്ന്. അപ്പം ആഭരണം ധരിക്കാനായിട്ട് കൽപ്പന നൽകിയത് ദൈവമാണ്. ആ കൽപ്പന തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദൈവത്തെ ഓവർ റൂൾ ചെയ്യുന്നതിന്, ദൈവം പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. അത് ദൈവത്തെ ഭരിക്കുന്നതിന് തുല്യമാണ്. ദൈവം എൻ്റെ കീഴിലാണ്, ദൈവത്തിൻ്റെ കൽപ്പനയെക്കാളും പ്രധാനം എൻ്റെ കൽപ്പനയാണ് എന്നുള്ള അഹങ്കാരത്തിൽ നിന്നാണ് അങ്ങനെയൊരു പ്രസ്താവന ഉത്ഭവിക്കുന്നത്. ലോകത്ത് വിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനും ദൈവം ആഭരണം ധരിക്കാനായിട്ട് പറഞ്ഞത് തെറ്റാണെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ വാദിക്കാനായിട്ട് അവകാശമില്ല. അങ്ങനെ വാദിച്ചാൽ അവർ ദൈവത്തെ ഭരിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ പലരും പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് ആഭരണം ഊരുവാനായിട്ട് പറഞ്ഞല്ലോ, അതുകൊണ്ട് അന്നു മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആഭരണം ഊരുന്നതാണ്, അന്നു മുതൽ ആരും ആഭരണം ധരിക്കാനായിട്ട് പാടില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആഭരണ ധാരണം മോശമാണെങ്കിൽ ആദ്യം ദൈവം അത് നല്ലതായിട്ട് കരുതുകയും പിന്നീട് ദൈവം ആലോചിച്ച ശേഷം എന്നാൽ ഇനി വേണ്ട, ഇത് പാപമാണ് എന്ന് പറയുകയും ചെയ്താൽ ദൈവത്തിന് അഭിപ്രായം മാറി മാറി വരുന്നവനാണ്, അവൻ ആച്ഛാദനമുള്ളവനാണ്, അല്ലെങ്കിൽ ദൈവം അഭിപ്രായം മാറ്റി പറയുന്നവനാണ് എന്നുള്ള ഒരു കാര്യമാണ് അവർ സ്ഥാപിച്ചെടുക്കുന്നത്. അത് ദൈവവിരോധമാണ്, ദൈവദൂഷണമാണ് എന്നുള്ളതിന് സംശയമില്ല. ദൈവം പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ എന്തു പറഞ്ഞുവോ അത് തന്നെയാണ് ദൈവം പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിലും പറയാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ എന്തുകൊണ്ട് ആഭരണം ഊരണം എന്ന് പറഞ്ഞു? അവിടെ ആഭരണം ഊരാൻ പറഞ്ഞത് അവർ പാപം ചെയ്തതിൻ്റെ സീരിയസ്നെസ് അവരെ ബോധ്യപ്പെടുത്താനായിട്ട്, അവർ പാപം ചെയ്തതിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ ഒരു വിലാപം ആചരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ആഭരണം ഇടാതെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു, ഞങ്ങൾ ആഭരണം കൊണ്ട് വിഗ്രഹമുണ്ടാക്കി എന്നുള്ളത് അവർ ഓർക്കുമായിരുന്നു. അതിൻ്റെ വിലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഭരണം ഊരാനായിട്ട് പറഞ്ഞത്. മാത്രമല്ല, ആഭരണം ഊരാൻ പറയുക എന്നുള്ള ശിക്ഷ കൊടുക്കുന്നെങ്കിൽ ഈ ആഭരണം ഇടുന്നത് എന്തോ വിലയേറിയ കാര്യമായതുകൊണ്ടാണ് അതിന് വിലയുള്ളത്. ഇപ്പം ഒരു കോടതിയിൽ ഒരു ശിക്ഷ വിധിക്കുമ്പോൾ 1,00,000 രൂപ ഫൈൻ അടയ്ക്കാൻ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം 1,00,000 രൂപയ്ക്ക് വിലയുണ്ട്, അത് അടയ്ക്കാൻ പറയുന്നത് നിനക്ക് വേദനയുണ്ടാക്കും, അങ്ങനെ നീ വേദന അനുഭവിക്കണം, ഇനി ഈ തെറ്റ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ചൊരു കോടതി പറയുകയാണ്, ഇനിയും 5 വർഷം നിങ്ങളുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കച്ചട മുഴുവൻ, വേസ്റ്റ് മുഴുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഏജൻസിയെ, കളക്ടറെയോ അല്ലെ തഹസിൽദാരെയോ ഏൽപ്പിക്കണമെന്നാണ് കോടതി വിധിക്കുന്നതെങ്കിൽ അതൊരു ശിക്ഷയേ ആകത്തില്ല. കാരണം ആ വേസ്റ്റിന് അല്ലെങ്കിൽ കച്ചടയ്ക്ക് വിലയില്ല. എന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ ആഭരണം ഊരാൻ പറഞ്ഞത് തന്നെ ആഭരണത്തിന് വിലയുള്ളത് കൊണ്ടാണ്, ആഭരണത്തിന് വിലയില്ലാത്തത് കൊണ്ടല്ല.
അപ്പം അതിനെ ദൈവം ആഭരണം പാപമായിട്ട് കരുതി എന്നുള്ള വ്യാഖ്യാനമൊക്കെ വചനവിരുദ്ധമാണ്, വചനവ്യാഖ്യാനത്തിന് സമ്പൂർണമായിട്ടും എതിരാണ്. ഇതുപോലെ തന്നെ പലരും പറയാറുണ്ട് 1 തിമോഥെയോസ് 2:9-10 അതുപോലെ 1 പത്രോസ് 3:4-5 ഭാഗങ്ങളിൽ പൊന്നും വെള്ളിയും അണിയുന്നതല്ല, മറിച്ച് അകമേയുള്ള ഗുണവിശേഷങ്ങളാണ് കൂടുതൽ കാമ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നണിയരുത് എന്ന്. ദൈവം പറഞ്ഞത് പൊന്നണിയുന്നത് പാപമാണ് എന്നാണോ ആ ഭാഗത്തു നിന്ന്? തീർച്ചയായിട്ടുമല്ല. അവിടെയും പൊന്നിന് വിലയുണ്ടെങ്കിൽ മാത്രമേ പൊന്നിനേക്കാളും ഒരു കാര്യം വിലയുള്ളതാണെന്ന് പറയുമ്പോൾ ആ കാര്യത്തിന്, രണ്ടാമത്തെ കാര്യത്തിന് വില കിട്ടത്തുള്ളൂ. അത് ഒരു അതിശയോക്തി പ്രയോഗമാണ് ഭാഷയിൽ. അതായത് പൊന്ന് വളരെ വിലയുള്ളതാണ്, അതിനേക്കാളും വിലയുള്ളതാണ് അകമേയുള്ള സൗന്ദര്യം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം അത് ആഭരണ നിരോധനമാണ് എന്ന് ഒരാൾ വ്യാഖ്യാനിച്ച് ആഭരണം പാപമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവനിഷേധമാണ്, വചനനിഷേധമാണ്, ദൈവത്തെ ഓവർ റൂൾ ചെയ്യുന്നതിനാണ്. ദൈവം ഉപയോഗിച്ച ഒരു ഭാഷാപ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിന് ദുർവ്യാഖ്യാനം കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശത്രുക്കൾ മാത്രം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ദൈവത്തെക്കാളും ഉയർന്നവരാണെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള അതിശയോക്തി പ്രയോഗങ്ങൾ ബൈബിളിൽ ധാരാളമുണ്ട്. യോഹന്നാൻ 6:27 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, ദൈവം നൽകുന്ന നിത്യജീവനായിട്ട് മാത്രം പരിശ്രമിപ്പീൻ എന്നുള്ള ആശയം നമ്മളവിടെ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആഹാരത്തിനായിട്ട് ശ്രമിക്കരുതെന്നാണോ? ജോലി ചെയ്യരുതെന്നാണോ? അടുക്കളയിൽ കുക്ക് ചെയ്യരുതെന്നാണോ? ഈ ആഭരണ നിഷേധികൾ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരോട് ഇനി മേലാൽ ആഹാരം പാകം ചെയ്യരുത്, അല്ലെ അവർ തന്നെ ആഹാരം മേടിക്കാനായിട്ടുള്ള കാശിനായിട്ട് ഇനി ഞാൻ അധ്വാനിക്കത്തില്ല, കാരണം നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് അധ്വാനിക്കരുതെന്ന് കൽപ്പനയുണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറില്ലെങ്കിൽ പിന്നെ ഈ 1 പത്രോസ് 3:4-5 അതുപോലെ 1 തിമോഥെയോസ് 2:9-10 ആഭരണം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഒന്നുകിൽ നിങ്ങൾ യോഹന്നാൻ 6:27 ആഹാരം ഉണ്ടാക്കുന്നതും അതിനായിട്ട് പരിശ്രമിക്കുന്നതും അതിനായിട്ട് പണം ഉണ്ടാക്കുന്നതും ഒക്കെ പാപമാണ് എന്ന് സമ്മതിച്ച് ആഹാരം കഴിക്കാതെ ആത്മഹത്യ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 പത്രോസ് 3:4-5 അതുപോലെ 1 തിമോഥെയോസ് 2:9-10 സമ്പൂർണ്ണമായിട്ട് ആഭരണ നിരോധനമാണ്, ആഭരണം ധരിക്കുന്നത് പാപമാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള അവകാശം കിട്ടും. അല്ലെങ്കിൽ ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനവ്യാഖ്യാനത്തെ നിങ്ങൾ തീർത്തും നിഷ്പ്രഭമാക്കുന്ന പരിപാടിയാണ് ഈ ആഭരണ നിരോധന വാദം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഭരിക്കാൻ പോകണ്ട. ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതുപോലെ ദൈവത്തെ ഭരിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോകാം. അപ്പോസ്തലപ്രവൃത്തി 8:37 ഷണ്ണൻ ഫിലിപ്പോസിനോട് തന്നെ സ്നാനപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നെങ്കിൽ ആകാം എന്ന്. മാത്രമല്ല അതിൻ്റെ തുടർന്ന് ഷണ്ണൻ ഉത്തരവും പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കാം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയത്. വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സ്നാനം കഴിക്കാനുള്ള ആധാരം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള ഒറ്റ ചോദ്യം മാത്രമേ സ്നാനത്തിന് ആധാരമായിരിക്കുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ ഒരു കണ്ടീഷൻ, ഒരു നിബന്ധനകളോട് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർ ദൈവത്തെക്കാൾ ഉയർന്നവരായിരിക്കണം, അവർ ദൈവത്തെ ഭരിക്കുന്നവരായിരിക്കണം. ആ ഭരണം വേണ്ട, ദൈവത്തെ ഭരിക്കാൻ നോക്കേണ്ട. ദൈവം പറഞ്ഞ നിബന്ധനയ്ക്ക് മുകളിൽ ഒരു നിബന്ധന കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങളൊക്കെ വായിച്ചാലും അവിടെ ശിഷ്യന്മാരെ എല്ലാം സ്നാനപ്പെടുത്താനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഇതിന് സമാനമായ ഭാഗം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ 1 സുവിശേഷം പ്രസംഗിക്കണം, 2 പഠിപ്പിക്കണം, 3 സ്നാനപ്പെടുത്തണം, 4 ശിഷ്യരാക്കണം. ഇതാണ് കൽപ്പന. ഇവിടെ എങ്ങും ആഭരണം ഊരാനായിട്ട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല കർത്താവിൻ്റെ അന്ത്യനിയോഗമായ ഈ ഭാഗം അനുസരിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ആഭരണം ഉണ്ട്,
ആഭരണം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്നാനം നീട്ടിവെക്കാനോ നിരസിക്കുവാനോ നമുക്കൊരവകാശവുമില്ല. അങ്ങനെ അനേകരുടെ സ്നാനം നിഷേധിച്ച് അനേക മഹാരഥന്മാർ നമ്മുടെ ഇടയിൽ പാപം ചെയ്തിട്ടുണ്ട്. ഇനി ആ പാപം ചെയ്യേണ്ട. ദൈവമാണ് സ്നാനത്തിനുള്ള യോഗ്യത നിശ്ചയിക്കുന്നത്. അതിനേക്കാളും കൂടിയ ഒരു യോഗ്യത നിശ്ചയിച്ച് ദൈവത്തെ ഭരിക്കാനായിട്ട് നോക്കേണ്ട. ഇതുപോലെ തന്നെ ദൈവത്തെ ഭരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. കർത്തൃമേശയിലേക്ക് ആരെങ്കിലും പങ്കെടുക്കണമെങ്കിൽ നമ്മൾ പറയും അതിന് ചില നിബന്ധനകളുണ്ട്, നീ ആഭരണം മാറ്റണം എന്നൊക്കെ. പക്ഷേ ദൈവം കർത്തൃമേശയുടെ പ്രമാണം കൊടുക്കുമ്പോൾ അവിടെങ്ങും ആഭരണധാരണവുമായി ബന്ധപ്പെട്ട ഒരു കൽപ്പനയും നമ്മൾ കാണുന്നില്ല. ശിഷ്യന്മാരായിരിക്കുന്ന ഏവർക്കും കർത്തൃമേശ ആചരിക്കാനുള്ള അവകാശമുണ്ട്. ഈ മേശയെക്കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് കർത്താവിൻ്റെ മേശ എന്നാണ്. ഈ മേശ കർത്താവിൻ്റെയാണ്. ഈ മേശയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത കർത്താവാണ് നിശ്ചയിച്ചത്. നമ്മൾ 3 സുവിശേഷങ്ങളിൽ കർത്തൃമേശയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ 3 സുവിശേഷങ്ങളിലും ശിഷ്യന്മാരോടാണ് ഈ കൽപ്പന കൊടുക്കുന്നത്, നിങ്ങൾ ആചരിക്കണമെന്നും പറഞ്ഞു. ശിഷ്യന്മാരായ ആർക്കും ആചരിക്കാനായിട്ട് അവകാശമുള്ള കാര്യമാണ് കർത്തൃമേശ. അതുകൊണ്ട് ഈ ശിഷ്യൻ ആഭരണം ഉപേക്ഷിച്ചില്ലെങ്കിൽ കർത്തൃമേശ നിഷേധിക്കുമെന്ന് പറയാനായിട്ട് കർത്തൃമേശ എൻ്റെ അല്ല, നിങ്ങളുടെ ആരുടെയും അല്ല, നമ്മളുടെ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല, ദൈവത്തിൻ്റെയാണ് കർത്തൃമേശ. അതിൽ കയറി ഭരണം നടത്തേണ്ട ആവശ്യമില്ല. അതിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഭരണം വേണ്ട. ദൈവവചനത്തിന് വിരോധമായിട്ട് എന്ത് നിബന്ധനയും ഏത് ആത്മീയ കാര്യത്തിന് കൊണ്ടുവരുന്നതും ദൈവനിഷേധമാണ്. അത് വചനവിരുദ്ധമാണ്. അത് ദൈവത്തെ ഭരിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അനേകരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളത്തൊരു സഭയിൽ ഒരു 10-20 പേര് രക്ഷിക്കപ്പെട്ടു വന്നു. അവരെ സ്നാനപ്പെടുത്തി. അപ്പോൾ നേരത്തെ ആഭരണം ഉപേക്ഷിച്ച ആരൊക്കെയോ ഇവരെ ആഭരണത്തോടുകൂടെ സ്നാനപ്പെടുത്തിയതിനെതിരെ പിറുപിറുത്തു. അവസാനം സഭ വളരെ എളുപ്പമുള്ളൊരു തീരുമാനമെടുത്തു. പുതിയതായി വന്ന സ്നാനപ്പെട്ട് കർത്തൃമേശ ആചരിച്ചിരിക്കുന്ന ആ 20ഓളം വരുന്ന ആളുകളോട് ഇനി വരണ്ട എന്ന് പറഞ്ഞു. അതിൽ ചിലരൊക്കെ ഇപ്പം മറ്റ് ചില നമ്മുടെ സഭകളിലൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ ആഭരണം ഊരണമെന്നൊരു നിബന്ധന വയ്ക്കാൻ ലോകത്താർക്കും ഒരവകാശവുമില്ല. ആ മേശ കർത്താവിൻ്റെയാണ്. ആ ഭരണം വേണ്ട. താങ്ക് യു.